ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ട് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ റവ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയ നല്ലൊരു പലഹാരമാണ്. നമുക്കിത് കഴിക്കാനായിട്ട് കറികളോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓയിലാണേലും എടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വലിയ സവാളയൊക്കെ ആണെങ്കിൽ അതിന് പകുതി മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് കളർ മാറുന്നിടം വരെയൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കടിക്കുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിനൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മസാലയോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിനി ഇത് മസാലയൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്കിതിന് കിട്ടില്ല. ഇനി നമ്മൾ ആ റവ എടുത്ത ആ 1 കപ്പിൽ തന്നെ 1 കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ ഒരു സമയം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് അരച്ചെടുക്കാം. ഇനി ആ അരച്ചെടുത്തിട്ടുള്ളത് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലയുണ്ടല്ലോ, അത് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പ് മാത്രം ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കിട്ടണേ. നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പക്കാരം അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത് ഇതുപോലെ പാലപ്പച്ചട്ടിയിലാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നെയ്ക്ക് പകരം ഓയിലോ ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. നെയ്യിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, ഒരു 1.5 തവി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വലിയ തവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 തവി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേവാതെ വരും. ഇത് അടച്ച് വെച്ചിട്ട് വേണം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡൊന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരപ്പം നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ 2 സൈഡ് നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ചുട്ടെടുക്കാം.